ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വീണ്ടെടുപ്പു നാടേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാൻ ഈ വരുവിൽ നാളുകൾ കഴിച്ചിടും ഞാൻ ഈ വരുവിൽ എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മാറാജലം ഞാൻ കുടിച്ചിടിലും മാറാജലം ഞാൻ കുടിച്ചിടിലും കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും മാധുര്യമേറിയിടുന്ന നിൻ വചനം മാധുര്യമേറിയിടുന്ന നിൻ വചനം എന്നാവിനവ അതിമധുരം തന്നെ എന്നാവിനവ അതിമധുരം തന്നെ എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. ഭരണയോർദാനെനിക്കെതിർപ്പെടുമ്പോൾ മരണത്തെ ജയിച്ചവനനുദിനവും മരണത്തെ ജയിച്ചവനനുദിനവും മാറാത്തവനായി എനിക്കുള്ളതിനാൽ മാറാത്തവനായി എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമൊത്താൻ നിത്യമഹത്വത്തിൻ വാസമൊത്താൻ ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ
നശ്വരമാ, ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ. എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും, ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ, പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 101 സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയം. 101 സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന്റെ ഒരു നയപ്രഖ്യാപനമാണ്, ചില തീരുമാനങ്ങളാണ്, ചില മാർഗരേഖകളാണ് 101 സങ്കീർത്തനം. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്, പലപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് പോകുന്നതാണ്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ ചെന്ന് നേരിട്ട് ദാവീദിനോട് പറയുന്നുണ്ട്, നീ ആരാണ് എന്ന്. നീ ആരാണ്? ഇത്രമാത്രം വൃത്തികെട്ട ഒരാളത്വമാണല്ലോ നിനക്കുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഒന്നും മറച്ചു വെക്കാതെ വ്യക്തിയോട് നേരിട്ട് പറയുകയാണ്. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണ്. എന്ത്? കുറ്റം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരോടല്ല, കുറ്റം ചെയ്ത വ്യക്തിയോട് പറയുന്നു. എല്ലാവരും കേട്ടോ ഞാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇടപെടുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത, ആര് കുറ്റം ചെയ്തോ ആ കുറ്റങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു പരത്തുകയല്ല. ആത്മാവുള്ളൊരു വ്യക്തി ചെയ്യുന്നത്, സ്നേഹമുള്ളൊരു വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തിയോട് ചെന്ന് വളരെ വ്യക്തമായിട്ട് പറയും. എന്താ പറഞ്ഞത്? വായിച്ചേ. 12 ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. തെറ്റുകൾ ധാരാളമായി ചെയ്തു കൂട്ടിയ വൃത്തികെട്ട മനുഷ്യൻ നീ തന്നെ. എന്തൊക്കെയാ തെറ്റ്? നീ യഹോവയുടെ കൽപ്പന നിരസിച്ച്. ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന കൽപ്പന നിരസിച്ചു. അവൻ അനിഷ്ടമായുള്ളത് ചെയ്തത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തു. എന്തെല്ലാമാണ്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി. ആത്മാർത്ഥതയുള്ളതായ സൈന്യത്തിലെ ഒരു അംഗത്തെ നീ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവന്റെ ഭാര്യയെ, എന്ത് വൃത്തികെട്ട കാര്യം, അവന്റെ ഭാര്യയെ നിന്റെ സ്വന്തം ഭാര്യയായിട്ട് എടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ സ്ത്രീയെ ഗർഭിണിയാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അത് മറയ്ക്കാനായിട്ട് നോക്കി. തെറ്റുകളുടെ വലിയൊരു പരമ്പര ചെയ്തു കൂട്ടിയതായ ഒരു പാപിയായ മനുഷ്യൻ നീ തന്നെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവമക്കളെ, നമ്മളും പാപികളല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ എനിക്കിവിടെ നിൽക്കാൻ യോഗ്യതയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ദാവീദിന് കുറ്റബോധം വന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 12:13 വായിച്ച്. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരുന്നേ. പാവമുള്ളവരെല്ലാം ഇപ്പോഴും നമ്മൾ കേട്ടതുപോലെ തെറ്റുള്ളവരാരെല്ലാം ഉണ്ട്. അത് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി ഞാൻ പറയാറുണ്ട്, ചങ്കത്ത് കൈവച്ച്, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു പോയി. ദൈവത്തിന് സ്തോത്രം. അരുതാത്തതായ വാക്കുകൾ പറഞ്ഞു പോയി, അരുതാത്തടത്തേക്കെല്ലാം കണ്ണുകൊണ്ട് നോക്കി രസിച്ചു പോയി, പോകരുതാത്തടത്തേക്കെല്ലാം എൻ്റെ കാലുകൾ എടുത്തു വെച്ചു, ചെയ്യരുതാത്തെല്ലാം ഈ കൈ കൊണ്ട് ചെയ്തു, നിരൂപിക്കരുതാത്ത എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചു. ദൈവമേ, നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത്രയും ഞാൻ ആ ദൈവത്തിൻ്റെ കരുണയെ ഓർക്കുകയാണ്. തത്വമല്ല നിങ്ങളോട് പറയും, ദൈവത്തിൻ്റെ കരുണ. എൻ്റെ യേശുവപ്പ, അരുതാത്തത് പലതും സംഭവിച്ചു പോയല്ലോ, പറഞ്ഞു പോയല്ലോ. ഇത് സ്വർഗത്തിലെ ദൈവം കേട്ടു. ഭൂമിയിലിരുന്ന ഒരു മനുഷ്യൻ
ഉള്ളം തൊട്ട് പാപം സമ്മതിച്ച് അനുതാപത്തോട് ഏറ്റുപറയുന്നത് സ്വർഗത്തിലെ ദൈവം കേട്ടു. ദൈവം എന്തു പറഞ്ഞു? അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, കേട്ടോ? നീ മരിക്കയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇത് സ്വർഗം കേട്ടു. ദൈവമക്കളെ, രാത്രിയുടെ ഏകാന്തതയിൽ ആരും അറിയാതെ, കർത്താവെ, ഞാൻ പറയുന്ന ചില വാക്കുകളാണ്. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥന മുറിയിൽ മുട്ടുമടക്കിയിരിക്കുന്നത് മറ്റാരും കാണുന്നില്ല, എൻ്റെ ദൈവം കാണുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് വേറെ ആരും കേൾക്കുന്നില്ല. എൻ്റെ പൊന്നെ യേശു തമ്പുരാൻ ചെവി തുറന്ന് കേൾക്കണ്ടല്ലോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവ്, അത് പാടില്ലായിരുന്നു. ഇനി എനിക്കത് തിരുത്താൻ പറ്റൂലല്ലോ. എനിക്ക് മാപ്പ് തരണം. ദൈവമക്കളെ, ആ യേശു ഇന്നും ജീവിക്കുന്നില്ലേ? നാഥൻ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ യഹോവ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. തീർന്നവിടെ. ദൈവത്തിന് സ്തോത്രം. യഹോവ ക്ഷമിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ ചെളിയിൽ കിടന്നതായ വ്യക്തിയെ, സങ്കീർത്തനക്കാർ പറയും, ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന വിശുദ്ധകരം പിടിച്ച് എന്നെ കയറ്റി പാറമേൽ നിർത്തിയെന്ന് മാത്രമല്ല, എന്നെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു. എന്താ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:22 വായിച്ച്, ഈ വൃത്തികെട്ട വേശ്യാവൃത്തിയും കൊലപാതകവും മദ്യപാനവും എല്ലാം ചെയ്തതായ വ്യക്തിയുടെ പാപക്കറകളെല്ലാം കഴുകി ദൈവം എന്ത് ആക്കി തീർത്ത്? 13:22 വായിച്ച്, അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഈശായുടെ മകനായ ദാവീദിനെ, യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടാണ്, ഞാൻ ഈശായുടെ മകനായ ഈ പാപവും വൃത്തികെട്ട പാപങ്ങളെല്ലാം ചെയ്ത ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. ആരാ ദൈവമേ ഇത് പറഞ്ഞത്? തേജോമയനായ പരിശുദ്ധനായിരിക്കും ദൈവം. ഇപ്പൊ ദാവീദ് എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന മകനാണ്. ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ. ആരാ? ഭർത്താവിനെ കൊന്ന് ആ ഭാര്യ എടുത്തുകൊണ്ടുവന്ന് ഗർഭിണിയാക്കിയതായി മനുഷ്യൻ. ഇപ്പൊ ആരാ? ദൈവത്തിന്റെ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും നഷ്ടപ്പെടണോ? ദൈവത്തിന് സ്തോത്രം. ആശയ്ക്ക് ബാക്കിയുണ്ടല്ലോ. അതേ ക്ഷമിക്കുന്ന ദൈവമല്ലേ നമ്മുടെ മധ്യത്തിലുള്ളത്. ആ ഒരൊറ്റ പ്രാഗൽഭ്യമല്ലേ അടിയനുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ തങ്കച്ചോര ഗുണകരമായി സംസാരിക്കുകയാണ്. എന്തെല്ലാം തെറ്റുകൾ വന്നു, ചെറുതോ വലുതോ, രഹസ്യമോ പരസ്യമോ, അതല്ലെങ്കിൽ ഗുരുതരമായതോ അല്ലാത്തതോ, തിരുത്താൻ വയ്യാത്തതോ, എന്തെല്ലാം തരത്തിലുള്ള പാപങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സാറേ, ഞാൻ എന്താ ചെയ്യണേ? ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയല്ലോ സാറേ, എനിക്കത് തിരുത്താൻ പറ്റുകയില്ലല്ലോ എന്ന് പറയുമ്പോഴും ഇത് മാത്രമേ ഞങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൂ. എന്താ പറയുന്നത്? ദൈവത്തിന് ക്ഷമിക്കാൻ വയ്യാത്ത ഒരു പാപവും സഹോദര നീ ചെയ്തിട്ടില്ല. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന തങ്കച്ചോരയല്ലേ ഒരു വറ്റാത്ത ഉറവ് പോലെ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ആ ഉറവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് പറയുന്നത്. പാപമുള്ള വ്യക്തികൾ മോചനം ഒഴുകി വരുന്ന ക്രൂശിൻ ചോട്ടിൽ വന്നിരുന്ന്, മഹാപാപിയാ എന്നോട് കരുണ തോന്നണം കർത്താവ്, നരകം കാണാൻ എന്നെ വിടരുതെന്ന് പ്രാർത്ഥിച്ചാൽ കഴുകൽ പ്രാപിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കും. ദാവീദ് കഴുകൽ പ്രാപിച്ചു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറി. ദാവീദ് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഭരണസാരഥ്യം ഏറ്റെടുക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം ദാവീദിൻ്റെ ജീവിതത്തിൽ തുടങ്ങുകയാണ്. എന്തെല്ലാം തീരുമാനങ്ങളാണ് ദാവീദെടുത്ത് ശ്രദ്ധ വെച്ച് കേട്ട്, അത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ തീരുമാനം എടുത്ത് അംഗീകാരം കിട്ടിയിട്ട് വേണം നിങ്ങളിവിടുന്ന് പോകാനായിട്ട്. ഒരു പ്രാവർത്തികമായ സങ്കീർത്തനമാണ്, എ പ്രാക്ടിക്കൽ സാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഏത് തരത്തിലുള്ളവരുടെ, ഉന്നതന്മാരുടെ മാത്രമൊന്നുമല്ല, സാധാരണക്കാരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും വിദ്യാഭ്യാസമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും എല്ലാം ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളുമായി ബന്ധപ്പെട്ടതായ 6 തീരുമാനങ്ങൾ. എന്തെല്ലാമാണ് സങ്കീർത്തനക്കാരനെടുത്തത്? ഒന്നാമത്തെ തീരുമാനം എന്നാണ്? ഒന്നാമത്തെ വാക്യം വായിച്ചേ. 101 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മനോഹരമാണത്. ഞാൻ പാടും, ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. അടുത്ത വാക്യം എന്താ? യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ദൈവത്തിന് സ്തോത്രം. ഐ വിൽ, ഓ ലോർഡ്, ഐ വിൽ സിംഗ്. നിങ്ങൾക്കെല്ലാം പാടാൻ തോന്നണില്ല? വാസ്തവത്തിൽ ഞാൻ ഒരു വാചകം എഴുതി വെച്ചു,
മരുഭൂപ്രയാണത്തിൽ മാറായുണ്ട്. മാറ എന്ന് പറഞ്ഞാൽ കയ്പ്. മരുഭൂപ്രയാണത്തിൽ മാറായുണ്ട്. പക്ഷെ ഉടനെ എൻ്റെ മനസ്സിൽ വന്നതായ ഒരു വാക്ക്, മോനെ പേടിക്കണ്ട, മാറാത്തവന് നിൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ മാറായുണ്ട്, വേദനകളുണ്ട്, കയ്പിൻ്റെ അനുഭവങ്ങളുണ്ട്. മരുഭൂപ്രയാണമാണ്. മരുഭൂപ്രയാണത്തിൽ മാറായുണ്ട്. ഉടനെ ഒരു വാക്ക്, മോനെ മാറാത്തവനും കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ദൈവം നിങ്ങളെ നടത്തിക്കോളും. നടത്തിയ വിധങ്ങളെ ഓർത്ത് എന്ത് ചെയ്യണം? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത വാക്കെന്താ? അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മറക്കാൻ വയ്യാത്ത എന്തെല്ലാം ഉപകാരങ്ങൾ. ഹല്ലേലൂയ. നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ പറ്റാവുന്ന ഏറ്റവും വൃത്തികെട്ട പാപമെന്ന് പറയുന്നത് കൃതജ്ഞതയാണ്, നന്ദിയില്ലായ്മയാണ്. ഏറ്റവും മനോഹരമായിരിക്കും സ്വഭാവം എന്ന് പറയുന്നത് കൃതജ്ഞതയാണ്. കൃതജ്ഞത ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും ചീത്ത സ്വഭാവം കൃതജ്ഞത, ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയില്ലായ്മ. എന്തെല്ലാം കാര്യങ്ങൾ തന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു വസ്ത്രമില്ലാതിരുന്ന സമയമില്ലേ? എന്നാ ഇട്ടുകൊണ്ട് പോണേ എന്ന് ചിന്തിച്ചതായ സമയമില്ലേ? ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇന്ന് ഒരു ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ഒരു ചുരിദാറും സാരിയും എടുത്ത് കൊടുത്തപ്പോൾ ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ, അതൊന്ന് മുത്തിക്കൊണ്ട്, കർത്താവ് ഇത് നീ എനിക്ക് തന്നല്ലോ. എത്ര പേരുണ്ട് ചിന്തിക്കുന്നത്? എത്ര പേരുണ്ട് ഇങ്ങനെ പറഞ്ഞത്? നന്ദിയുണ്ടോ മക്കളെ? ഒരു നല്ല കിടക്കയിലൊന്ന് കിടക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവ് എവിടെയാണ് കിടന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒലിവുമലയിൽ കർത്താവ് എന്നെ കഴിച്ചത്, കർത്താവിന് ശിഷ്യന്മാർക്ക് നെല്ല് പറിച്ച് തിന്നമായിരുന്നു. അത്യുഷ്ടത്തിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണമായിരുന്നു. സഹോദരി സഹോദരന്മാരെ, 5 കൂട്ടം കറിയുമായിട്ട് മേശയിലിരുന്ന് കഴിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവ് എനിക്ക് തന്നല്ലോ എന്ന് ഓർത്ത് കഴിക്കാറുണ്ടോ? ദൈവനാമം മാത്രം മഹത്വത്തോടെ. ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയുകയല്ല. ഏറ്റവും വൃത്തികെട്ട പാപം കൊലപാതകമോ വേശ്യാവൃത്തിയല്ല. ദി അഗ്ലിയസ്റ്റ് ഓഫ് ഓൾ സിൻസ് ഇസ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയില്ലാതെ ഒരു ഉരുള ചോറ് കഴിക്കുന്നത് വിഷമാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ എന്താണ്? യഹോവേ ഐ വിൽ സിംഗ്, ഞാൻ നിനക്ക് കീർത്തനം പാടും. നന്ദിയോടെ സ്തോത്രം. ആ സമയത്തൊരു ഞെട്ടലുണ്ട്. എന്തിനെക്കുറിച്ച് കീർത്തനം പാടെന്ന് പറഞ്ഞ്, ഞാൻ നിന്റെ ദയയെയും ന്യായത്തെയും കുറിച്ച്. ഹല്ലേലൂയ. മേഴ്സി ആൻഡ് ദി ജഡ്ജ്മെന്റ്. ഞാൻ ഈ നന്മകളെല്ലാം അനുഭവിച്ചു, നിന്നെ സ്തുതിച്ച് പുകഴ്ത്തി സന്തോഷത്തോടെ വാഴ്ത്തിപ്പാടി ജീവിക്കും, ശരിയാണ്. പക്ഷേ നാം കേട്ടതുപോലെ ഒരു ന്യായവിധിയുണ്ട്. ദൈവത്തിന് ചെമ്മരിയാടുകളെയും കോരാടുകളെയും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. വളരെ വ്യക്തമായി ഞാനും നിങ്ങളും നീതിയോടെ ന്യായം വിധിക്കുന്ന എൻ്റെ ജീവിതത്തിലെ സകല വാക്കുകളും പ്രവൃത്തികളും കാണുന്ന 2 കണ്ണുള്ള ദൈവത്തിൻ്റെ മുൻപാകെ സ്മരണയുടെ പുസ്തകം വിടർത്തി വെച്ചുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദിവസത്തിൻ്റെ മുൻപാകെ ഇവിടെ കയറി വരുവി എന്നുള്ളതായ അന്ത്യവാക്ക് കേൾപ്പാൻ തക്കവണ്ണം ദൈവമക്കൾ ഓരോരുത്തരും വിശുദ്ധിയോടെ നിൽക്കണം. സ്വർഗം സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ കൃപകളും നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ചതായ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, അതിന് മുമ്പിൽ ആ സന്തോഷം മാത്രം പോരാ, ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള ഭയത്തോടും വിറയലോടും കൂടി വേണം ഒരു വാക്ക് പറയാൻ, ഒരു ശലനവും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്ക് എന്താണ്? 1, ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ പാട്ടുപാടും, എന്നും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. നന്ദിയുള്ളവനായിരിക്കും. ഞാൻ പറയാറുണ്ട്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് കോഷ്യന്റ് എന്ന് പറയും. അതിൻ്റെ അളവ് എന്തുമാത്രമുണ്ട്? GQ, ഒരു ടെസ്റ്റ് റിസൾട്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ടെസ്റ്റ്. ഈ മകൻ എന്തുമാത്രം ദൈവത്തോട് നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. 10 പേർക്ക് സൗഖ്യം കിട്ടി, പക്ഷേ ഒരാളെ മടങ്ങി വന്നുള്ളൂ. ചോദിക്കട്ടെ, ആ ഒരാൾ ഞാനാണ്? ദൈവത്തിന് നന്ദി പറയാതെ എടുത്തിടുന്നതായ ഒരു വസ്ത്രം കാണരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ഭക്ഷണം കഴിക്കാൻ ഇടവരരുത്. 1 രൂപ നോട്ട് ചെലവഴിക്കാൻ ഇടവരരുത്.
ദൈവത്തിന് സ്തോത്രം. ദൈവം സന്തോഷിക്കും. അതുകൊണ്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവത്തിലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്നാണ് വായിച്ചേ, രണ്ടാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. ദാറ്റ്സ് എ പേഴ്സണൽ ഡിസിഷൻ. ഒന്ന്, ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ഞാൻ ദൈവത്തെ നന്മകൾ ഓർത്ത് സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, രണ്ടാമത്തെ കാര്യം വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ, എന്നോട് തന്നെയുള്ളതായ ബന്ധത്തിൽ എന്താണ്? പേഴ്സണൽ ലൈഫ്. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും. പയസ് റെസല്യൂഷൻ. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും. ദൈവത്തിന് ആത്മനിയന്ത്രണം. തോന്നുന്നതെല്ലാം ഞാൻ പറയുകയില്ല. എൻ്റെ വാക്കുകളെ ഞാൻ വ്യക്തമായി നിയന്ത്രിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ആത്മനിയന്ത്രണം, ആത്മശിക്ഷണം. അരുതാത്ത ചില വൃത്തികെട്ടതായ കാര്യങ്ങൾ, ആഗ്രഹങ്ങളും മോദങ്ങളും എല്ലാം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഓടിച്ചെന്ന് കിടക്കണം തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഇല്ല, ഞാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്, ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഞാൻ ഇച്ചിരി നേരം പ്രാർത്ഥിച്ചിരിക്കും. അപ്പോൾ ഇന്ന് ക്ഷീണമല്ലേ, നാളെ രാവിലെ കുറച്ച് അല്ല ശിക്ഷണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശിക്ഷണം. അങ്ങനെ മാത്രമല്ല, കളങ്കമറ്റ ജീവിതം. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. അങ്ങനെ വെച്ചാൽ എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. ഞാൻ ഈ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെച്ചാൽ മാത്രമേ കർത്താവ് എൻ്റെ അടുക്കൽ വരികയുള്ളൂ. പൗലോസ് വ്യക്തമായിട്ട് പറയും, നിങ്ങൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പീൻ, വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ തീരുമാനിച്ചല്ലോ, ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴും ദൈവത്തിന് an attitude of gratitude, അത് നന്ദിയുടേതായ ഒരു നടപടി എൻ്റെ ജീവിതത്തിലുണ്ടാകും, ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടാകും. വ്യക്തിപരമായി പറഞ്ഞാൽ എന്നോട് തന്നെയുള്ളതായ ബന്ധത്തിൽ ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും. ദൈവമക്കളെ, കേട്ടല്ലോ, ഒരു തെറ്റിലേക്കും പോകരുത്, ഒരശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരരുത്. വാക്കിലാകട്ടെ, നോട്ടത്തിലാകട്ടെ, ടി വിയിൽ കൂടിയാകട്ടെ, ഫോണിൽ കൂടിയാകട്ടെ, നിങ്ങൾ വ്യക്തമായിട്ടങ്ങ് തീരുമാനിക്കുക, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനുമാണ്. ഈ കാലങ്ങളിൽ എൻ്റെ മനസ്സിൽ ആരാണ് ഞാൻ ആരാണ്? ഞാൻ ഈ കൂട്ടായ്മയിൽ വചനം പറയുന്ന ആളൊന്നുമല്ല, ഞാൻ ഇന്ന കുടുംബത്തിൻ്റെ നാഥനൊന്നുമല്ല, ഞാൻ ഇന്ന ജോലിക്കാരനാണെന്നല്ല. ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. എൻ്റെ ആരാണ്? എൻ്റെ ദൈവമേ, ഞാൻ പറയാൻ പേടിക്കുന്നു. തേജോമയനായ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മണവാളൻ്റെ മണവാട്ടി. ദൈവമക്കളെ, പിന്നെ യാതൊന്നിലേക്ക് നമ്മുടെ മനസ്സ് പോവില്ല. മണവാട്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കളങ്കം പറ്റിയോ വിവാഹം നടക്കില്ല കേട്ടോ. വിവാഹം നടക്കില്ല. 10 5 എന്നിവരും ചേർന്ന് നടന്നല്ലേ, അവസാനം വരെ ചേർന്ന് നടന്നില്ലേ? മണവറയുടെ വാതിൽ വരെയും വന്നില്ലേ, പുറത്തു പോയല്ലോ. ഈ കൂട്ടായ്മയിൽ അകത്ത് കിടക്കണ്ടേ? കുഞ്ഞാടിൻ്റെ ദൈവത്തിന് സ്തോത്രം കല്യാണ സദ്യയിൽ ഹല്ലേലൂയ അകത്ത് കിടക്കണ്ടേ? മണവാളിന് മണവാട്ടി അകത്ത് പ്രവേശിക്കണ്ടേ? അതിന് സമ്പൂർണമായി വിശുദ്ധിയോടെ നിങ്ങളുടെ ജീവിതത്തെ കാക്കുക വ്യക്തിപരമായി. ദൈവത്തെ മൂന്നാമത്തെ കാര്യം എന്താണ്? വീടുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ്? ഗാർഹികമായ കാര്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്തുതി, വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിത വിശുദ്ധി, കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള തീരുമാനം എന്താണ്? 2024 2, 3, 7 വായിച്ചേ. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമ ഐ വിൽ ലിവ് എ ഗോഡ്ലി ലൈഫ് ഇൻ മൈ ഹൗസ്. ഇത്രയും നമ്മുടെ കൂട്ടായ്മയിൽ ഇത്രമാത്രം ദൈവമക്കളും തീരുമാനിച്ചിരുന്നുവെങ്കിൽ 7ാമത്തെ വാക്യം വായിച്ചേ. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കയില്ല. എൻ്റെ വീട്ടിൽ, കേട്ടോ നിങ്ങളെല്ലാവരും, അങ്ങനെ വീടം കാക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. നിഷ്കളങ്ക സ്നേഹം നിറഞ്ഞതായ പെരുമാറ്റമായിരിക്കും എൻ്റെ പക്ഷത്ത് ഭാര്യമാർ തീരുമാനിച്ചേ, ഭർത്താക്കന്മാർ തീരുമാനിച്ചേ, അനുസരിക്കുന്ന പ്രകൃതിയായിരിക്കും എൻ്റെ എന്ന് കുഞ്ഞുങ്ങൾ തീരുമാനിച്ചേ, നിഷ്കളങ്കമായി എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമെന്ന് ഭർത്താവ് തീരുമാനിച്ചേ. യോഹന്നാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്താ? കുടുംബ സമാധാനം, വ്യക്തി ജീവിതത്തിലെ സമാധാനം, കുടുംബ സമാധാനം, നിത്യസമാധാനം സ്വർഗത്തിൽ. നിങ്ങളൊന്ന് ഉള്ളം തൊട്ട് തീരുമാനിക്കുക ദൈവമക്കളെ, എപ്പോഴും കുടുംബ അന്തരീക്ഷം തികച്ചും ദൈവീകമായിരിക്കണം, സമാധാനപരമായിരിക്കണം, ദൈവത്തിന് സ്തോത്രം, സ്നേഹം നിറഞ്ഞതായിരിക്കണം.
കുട്ടികളിലേക്ക് ആദ്യത്തെ പാഠശാല അത് വീടാണ്. ആദ്യത്തെ അധ്യാപകർ മാതാപിതാക്കന്മാരാണ്. നിങ്ങളെ കണ്ടുപഠിക്കട്ടെ, നിങ്ങളുടെ ജീവിതം മാതൃകയാക്കി എടുക്കട്ടെ. കുടുംബം സ്വർഗീയമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. 4-ാമത്തെ കാര്യം എന്താണ്? 4-5 വാക്യങ്ങൾ വായിച്ച്. 4-5 വാക്യങ്ങൾ. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. സാമൂഹ്യമായിരിക്കുന്ന ബന്ധത്തിൽ, ഇൻ സോഷ്യൽ ലൈഫ്, നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളുമായിട്ടുള്ളതായ ബന്ധത്തിൽ എൻ്റെ തീരുമാനം എന്താണ്? വായിച്ചോ. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നികള ഹൃദയവും ഉള്ളവനെ ഞാൻ സഹായിക്കയില്ല. ഒന്നോടെ വായിച്ച്. 4-5 ഒന്നോടെ വായിച്ച്. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. ദൈവത്തിന് കേട്ടോ നിങ്ങള്? 1 വക്രഹൃദയം, 2 ഏതാണ്? ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നികള ഹൃദയം ഉള്ളവനെ ഞാൻ സഹായിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. എല്ലാവരും ഒന്ന് കേട്ടേ. വാസ്തവത്തിൽ എന്ത് മനോഹരമായ തീരുമാനം. 101-ാം സങ്കീർത്തനം ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഈ തീരുമാനം നിങ്ങൾ പുതുക്കണം. ഹല്ലേലൂയ. പെർവേഴ്സ് ഹാർട്ട്, വക്രഹൃദയം, വളഞ്ഞതായ ക്രൂക്കഡായിരിക്കുന്നതായ ചിന്താഗതികളും ഹൃദയവും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഒരു തുറന്ന ഹൃദയമായിരിക്കണം. എല്ലാം കണ്ടോട്ടെ, എല്ലാം അറിഞ്ഞോട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു നിഷ്കളങ്കമായിരിക്കുന്ന ഹൃദയം. ആ വാക്ക് എന്ത് പരിശുദ്ധമാണെന്നറിയാമോ നിങ്ങൾക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ഒരു വാക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ. കർത്താവേ, തികച്ചും നിഷ്കളങ്കമായ പരമാർത്ഥമായ ദൈവസ്നേഹത്തിൽ നിറഞ്ഞതായ, ആരോടും കയ്പില്ലാത്ത നിറഞ്ഞ സ്നേഹത്തിൽ കർത്താവിനോട് അലിഞ്ഞു ചേരുന്ന ഒരു ചങ്ക് എനിക്ക് തരാമോ കർത്താവ്? ഈ വാർദ്ധക്യത്തിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വേറെ ഒന്നുമല്ലല്ലോ. കുറേ സമ്പത്ത് തരണമെന്നോ, കുറേ കൂടി ദീർഘായുസ് തരണമെന്നോ, ആരോഗ്യം തരണമെന്നോ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി മാറണം. ആരോടും കയ്പില്ലാത്ത, ആരോടും നീരസമില്ലാത്ത, ദൈവത്തിന് തികച്ചും പരമാർത്ഥമായ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഒരു ഹൃദയം. ദൈവമക്കളെ, നമ്മൾ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-26 കൺവെൻഷനിൽ ചിന്തിച്ചല്ലോ. ഇതൊന്ന് പുതുക്കി തന്നാൽ പോരാ കർത്താവേ, ഒന്ന് പൊളിച്ചുകൊണ്ട് തന്നാൽ പോരാ. ഇത് ഒട്ടും കൊള്ളൂല്ല കർത്താവേ. അടിമുടി അലകും പിടിയും കർത്താവ് ഈ ഹൃദയം അങ്ങോട്ട് മാറ്റിയിട്ട് ദൈവത്തിന് നിർമ്മലമായൊരു ഹൃദയത്തെ എന്നെ സൃഷ്ടിച്ചു തരണം. നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ പുതുക്കി തരാമെന്നല്ല പറഞ്ഞു. കല്ലായുള്ള ഹൃദയം നീക്കി മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് തരാം. ആ കർത്താവ് സർവശക്തനല്ലേ, സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ. നിങ്ങളൊക്കെ ഉള്ളം തൊട്ടങ്ങ് പ്രാർത്ഥിച്ച്, ഞാൻ ആത്മാർത്ഥമായി എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് ഉള്ളത്തിൻ്റെ ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ചീത്ത ഹൃദയം എനിക്ക് വേണ്ട. ഈ വൈരാഗ്യവും കയ്പുള്ളതായിരിക്കുന്ന ഈ വൃത്തികെട്ട ക്രൂക്കട്ട് ഹാർട്ട് എനിക്ക് വേണ്ട. ദൈവത്തിൻ്റെ സ്തോത്രം. അതങ്ങ് കർത്താവ് അങ്ങ് എടുത്തിട്ട് നിന്റെ രക്തം കൊണ്ടങ്ങ് കഴുകിയിട്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, അതിപരിശുദ്ധമായിരിക്കുന്നു യേശു തേജസ്സോടെ വാഴുന്ന, അധികാരത്തോടെ ഭരിക്കുന്നതായ ഒരു നല്ല ചങ്ക് എനിക്ക് തരണമേ എന്ന് അധികം പേർന്ന് പ്രാർത്ഥിക്കാനുണ്ടാവില്ല. അത് പ്രാർത്ഥിച്ചാൽ ദൈവം തരും. ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ എന്താ തീരുമാനിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ഏഷണി പറഞ്ഞ് നടക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഏഷണി പറഞ്ഞാൽ നടക്കുകയില്ല. നമ്മുടെ കൂട്ടായ്മയിലെ ദൈവമക്കൾ നിർണായകമായൊരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. വാവിഷ്ഠാണം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ വരികയില്ല. പരദൂഷണം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എല്ലാവരും ശ്രദ്ധിച്ച്, നാഥാൻ പ്രവാചകനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുള്ളതിന് പ്രകടമായ തെളിവ് ഈ ദാവീദുണ്ടല്ലോ. അവൻ എന്നെ ചെയ്ത് നിങ്ങൾക്കറിയാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഏറെ അനുഭവിച്ച ദൈവദാസനാണ്. ആടുകളുടെ മധ്യത്തിൽ നിന്ന് അവനെ കൊട്ടാരക്കെട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാ അനുഗ്രഹങ്ങളും നൽകി സമൃദ്ധിയുടെ നിറവിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതായ ആ ആട്ടിടയൻ ഇപ്പോൾ കൊട്ടാരക്കെട്ടിലേക്ക് വന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ? നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞാ പറയണത്. ആ ഒരു പട്ടാളക്കാരൻ്റെ ഊരിയാവിൻ്റെ നിങ്ങൾ അറിഞ്ഞില്ലേ? അത് ഒരാളോട് പറഞ്ഞു, അത് അടുത്ത ആളോട് പറഞ്ഞു, അങ്ങനെ തൃപ്തിയായില്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ആത്മാവിൻ്റെ കണിക ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, എല്ലാവരും കേട്ടോളണം, ആത്മാവിൻ്റെ കണിക ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ആ വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തെറ്റുണ്ട് എന്ന് അറിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആത്മാവിൽ അദ്ദേഹത്തെ ഉപദേശിച്ചുകൊള്ളണം. പുറത്ത് പറഞ്ഞ് നടക്കരുത്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്
ഏഷണി പറഞ്ഞ് നടക്കുന്നവന് വേണ്ടി തുറക്കുന്ന നരകത്തിന്റെ വാതിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്കുകൾ അല്പം ആഴമേറിയതാണ്. ഏഷണി പറയാൻ നീ വാ തുറന്നാൽ നിനക്ക് വേണ്ടി തുറക്കുന്നത് നരകത്തിന്റെ വായായിരിക്കും. ഒന്ന് എഴുതി വെച്ചാലും വേണ്ടില്ല. ഏഷണി പറയാൻ തുറക്കുന്ന വായ ഉള്ള വ്യക്തിക്ക് വേണ്ടി തുറക്കുന്നത് നരകത്തിന്റെ വായായിരിക്കും. ഹല്ലേലൂയ. ഏഷണി നരകത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലും, രണ്ടാമത്തെ കാര്യം, ഏഷണി നരകത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലും സ്വർഗത്തിന്റെ വാതിൽ പൂട്ടുന്ന താക്കോലുമാണ്. പറഞ്ഞോ, അത് ശരിയാണ്. ഒരിക്കൽ ചെല്ലുമ്പോൾ സ്വർഗവാതിൽ പൂട്ടിയിരിക്കുന്നത് കാണും. നീ എന്തെല്ലാം പറഞ്ഞു നടന്നു, നീ ഫോണിൽ കൂടി ആരുടെ എല്ലാം കുറ്റങ്ങൾ പറഞ്ഞു, നീ മുഖാന്തരം ആരെയെല്ലാം ഉള്ളം വേദനിപ്പിച്ചു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഏഷണി പറയുന്നവൻ അവനെയും ഏഷണി കേൾക്കുന്നവരെയും നശിപ്പിക്കും. പരദൂഷണം ഒരിക്കലും പാടില്ല. ഇടർച്ച വരുന്നത് ആവശ്യമാണ്, പക്ഷെ ഇടർച്ച വരുന്നവർക്ക് അയ്യോ കഷ്ടം. ഒരിക്കലും അവന് കരുതറില്ലാത്ത വിധത്തിൽ തിരികല്ല് കെട്ടിയിട്ട് വെള്ളത്തിൽ കിടാനോ പറഞ്ഞു. ഏഷണി പറഞ്ഞുള്ളൂ, കൊലപാതകമൊന്നും ചെയ്തില്ല. ദൈവത്തിന് അയ്യോ കഷ്ടം. അനുഗ്രഹിക്കുന്ന ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ട് സാമൂഹ്യമായിരിക്കും സോഷ്യൽ ലൈഫിൽ ഏഷണി പറഞ്ഞ് നടത്തി അയൽവാസികളുടെയോ മറ്റുള്ളവരുടെയോ ഒരു കാര്യങ്ങളും നിങ്ങൾ കുറ്റം പറഞ്ഞ് നരകവാതിൽ തുറന്ന് നിത്യപൊയ്കയിലേക്ക് പോകാനായിട്ട് ഇടവരരുത്. അഞ്ചാമത്തെ തീരുമാനം എന്താണ്? 101 സങ്കീർത്തനം 6 വാക്യം വായിച്ച്, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദേശത്തിലെ വിശുദ്ധന്മാർ, ദേശത്തിലെ വിശുദ്ധന്മാർ എന്ന് നിങ്ങൾ കൂട്ടായ്മ. ഹല്ലേലൂയ. ദൈവമക്കൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെല്ലാം വിശുദ്ധരായിട്ട് നിൽക്കണം? കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി വിശുദ്ധിയോടെ അന്ത്യം വരെയും നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവാൻ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി കൂട്ടായ്മയിലെ ദൈവമക്കൾ വിശ്വസ്തരായി വിനയമുള്ളവരായി വിശുദ്ധയായി ഒന്നിച്ച് നിൽക്കാം. ദൈവം അതിന് കൃപ തരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.